നമസ്കാരം. ദില്ലി ചെങ്കോട്ട സ്ഫോടനം അതിവേഗത്തിൽ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്. ഓരോ നീക്കങ്ങളും ഓരോ തെളിവുകളും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇന്ത്യയെ ചുട്ടരിക്കാനുള്ള ഒരു നീക്കങ്ങളായിരുന്നു ജെയ്ഷെ ഇ മുഹമ്മദ് ലക്ഷ്യം വെച്ചിരുന്നത്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൗലവി ഇർഫാൻ അഹമ്മദ് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന റിക്രൂട്ടറായി പ്രവർത്തിച്ചിരുന്നതായി ചെങ്കോട്ട സ്ഫോടന കേസ് അന്വേഷിക്കുന്ന NIA വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികളിലായിരുന്നു ഇയാൾ ശ്രദ്ധ കൂടുതലായി കേന്ദ്രീകരിച്ചതെന്നും അവരിലൂടെ വൈറ്റ് കോളർ ടെറർ എക്കോസിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു പുതിയ തീവ്രവാദ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചതായും അന്വേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റ് കോളർ വ്യക്തികളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് മൗലവി ഇർഫാൻ 3 പ്രത്യേക രീതികൾ ഉപയോഗിച്ചുവെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൂടാതെ ഇതിൽ കൂടുതലായി മുസ്ലിമുകളെയാണ് ഇവർ ലക്ഷ്യമിട്ടത്. തീവ്രവാദികളെ തിരിച്ചറിയുക, അവരുടെ ചിന്തകൾ പഠിക്കുക, തുടർന്ന് അവരെ തീവ്രവാദ ശൃംഖലയിൽ ഉൾപ്പെടുത്തുക എന്നിവയാണ് ജെയ്ഷെ ഇ ഭീകര സംഘടന മൗലവി ഇർഫാൻ അഹമ്മദിനെ ഏൽപ്പിച്ചതെന്ന് പല സ്രോതസ്സുകളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫരീദാബാദ് ഭീകര സംഘത്തെ രൂപീകരിക്കുന്നതിന് മുമ്പ് മൗലവി ഇർഫാൻ ഡോക്ടർ മുസമിൽ ഷക്കീലിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു തീവ്രവാദ മൊഡ്യൂളാക്കി മാറ്റിയതായി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുകയാണ്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് തീവ്രവാദികളെ തിരിച്ചറിയാനും റിക്രൂട്ട് ചെയ്യാനും മൗലവി ഇർഫാൻ 3 പ്രധാന രീതികൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒന്നാമതായി സംശയിക്കപ്പെടുന്ന മുസ്ലിമുകളുമായി അവരുടെ തീവ്രവാദമോ വിഘടനവാദമോ നിർണ്ണയിക്കാൻ അദ്ദേഹം സംസാരിച്ചു. രണ്ടാമതായി അയാൾ പതിവായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുകയും സാധ്യതയുള്ള മുസ്ലിമുകളെ തിരിച്ചറിയുകയും ചെയ്തു. മൂന്നാമതായി ഒരുപക്ഷെ ഏറ്റവും അപകടകാരിയായത് പതിവായി പള്ളികളിൽ പ്രാർത്ഥനയ്ക്കായി പോകുന്ന വിദ്യാസമ്പന്നരായ വൈറ്റ് കോളർ യുവാക്കളെ അയാൾ നിരീക്ഷിച്ചു. ഇതിനർത്ഥം പ്രാർത്ഥിക്കുന്ന മുസ്ലിമുകളെയാണ് തൻ്റെ ഏറ്റവും സാധ്യതയുള്ള ലക്ഷ്യങ്ങളായി ഇയാൾ കണക്കാക്കിയിരുന്നത് എന്നാണ്. ഈ രീതിയിലൂടെ ആദിൽ അഹമ്മദ് റാത്തർ, ജാസിർ ബിലാൽ വാണി എന്നിവർ ഉൾപ്പെടെ നിരവധി സംശയിക്കപ്പെടുന്നവരിൽ നിന്ന് ഇയാൾ ഒരു തീവ്രവാദ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. അഹമ്മദ് ലക്ഷ്യമിട്ട യുവാക്കളുമായി സൗഹൃദപരമായ കൂടിക്കാഴ്ചയാണ് നടത്തുകയായിരുന്നു. അതേസമയം ഇവരുടെ ദുർബലത മുതലെടുക്കുകയായിരുന്നു എന്നാണ് ഏജൻസികൾ പറയുന്നത്. അതായത് ഏജൻസികൾ പരിശോധിച്ച ഡിജിറ്റൽ രേഖകൾ പ്രകാരം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ അൻസുള്ള എന്ന ഹാൻഡലറുമായി മൗലവി ഇർഫാൻ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. കൂടാതെ ഒരു പാകിസ്ഥാൻ ഭീകരൻ ഇയാൾക്ക് 2 അസോൾട്ട് റൈഫിലുകൾ നൽകിയതായും റിപ്പോർട്ടുണ്ട്. അതിലൊന്ന് ഡോക്ടർ ഷക്കീലിന്റെ ആശുപത്രി ലോക്കറിൽ നിന്നും മറ്റൊന്ന് ഡോക്ടർ ഷഹീൻ ഷാദിന്റെ കാറിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.